കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഇന്ന് പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. എല്ലാ സഹോദരങ്ങൾക്കും ഒരാഴ്ചയും കൂടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ വീണ്ടും അറിയിക്കുന്നു. പ്രിയരെ, ക്രിസ്തുവേശുവിൽ എല്ലായിടത്തും എല്ലായ്പ്പോഴും നമ്മെ ജയോത്സവമായി നടത്തുന്ന ദൈവത്തിന് നന്ദി പറയാൻ തയ്യാറാവും. ജയത്തിൻ്റെ ഒരു ഉത്സവം നമുക്ക് വേണ്ടി ദൈവം നൽകിയിരിക്കുക. നീണ്ടു നിൽക്കുന്ന ഉത്സവം, എല്ലായ്പ്പോഴും ഉത്സവമാണ്. നമ്മുടെ കൂടാരങ്ങളിൽ ആ ഉത്സവം ഉണ്ടാവണം. നമ്മുടെ കുടുംബജീവിതത്തിൽ ജയത്തിൻ്റെ ഉത്സവം ഉണ്ടാവണം. കാരണം കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ തയ്യാറാവണം. കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം എല്ലായിടത്തും ജയം നൽകുന്ന ദൈവത്തിന്. ദേശായ പത്മോസ് വരട്ടെ, സിംഹത്തിൻ്റെ കുഴിയാകട്ടെ, തീച്ചൂളയാവട്ടെ, ചെങ്കടലാകട്ടെ, യോർദാൻ കലങ്ങി മറിയട്ടെ, അവിടെ എല്ലാം ജയം നൽകുന്ന ദൈവം. ദാവീദ് ചെന്നിടത്തൊക്കെയും ദൈവം അവന് ജയം നൽകും. ചെല്ലുന്നിടത്തൊക്കെയും ശുഭമായിരിക്കുക ദൈവം നമുക്ക് കൃപ നൽകും. എവിടെ ചെന്നാലും, അപ്പം ഏത് വിഷയം ഫേസ് ചെയ്യേണ്ടി വന്നാലും നിരാശപ്പെടാതെ ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ശക്തിയോടെ ഒരുങ്ങാൻ നമുക്കിടയാവണം. ഈ ദൈവത്തെ പോലെ വലിയൊരു ദൈവമില്ല. വഴികളുടെ കുറവ് തീർക്കുന്ന ദൈവം, ശക്തി കൊണ്ട് അരമുറുക്കുന്ന ദൈവം, വഴി ഇതാകുന്നു, ഇതിലെ പൊയ്ക്കൊള്ളുവീൻ എന്ന് പറയുന്ന ശബ്ദം കേൾപ്പിക്കുന്ന ദൈവം, ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പറയുന്ന ദൈവശബ്ദത്തിനായി ഇന്ന് പകൽ നന്ദിയോടെ സ്തോത്രം ചെയ്യാം. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോകാൻ ദൈവം അനുവദിക്കുക. വിളിക്കാൻ തയ്യാറാകൂ, കേൾക്കുന്നൊരു ദൈവമുണ്ട്. ഉത്തരം അല്ലെന്നൊരു ദൈവമുണ്ട്. വൃത്തിമായി ഉറക്കെ വിളിച്ചു, പലരും തടസ്സപ്പെടുത്തി. പക്ഷെ ആവശ്യക്കാരൻ വീണ്ടും വിളിക്കാൻ തുടങ്ങി. ഉറക്കെ വിളിച്ചു യേശു. അവിടെ ഒത്തിരി ആളുകളുടെ ശബ്ദങ്ങൾ, ആരവാരവങ്ങളൊക്കെ ഉണ്ടെങ്കിലും വിളിക്കുന്നവൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു സ്വർഗമുണ്ട്. ഇറങ്ങി വരുന്ന ഒരു സ്വർഗമുണ്ട്. എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു, നിലവിളി ഞാൻ കേട്ടു, സങ്കടം അറിഞ്ഞു എന്ന് പറഞ്ഞ് ഇറങ്ങി വരുന്ന സർവശക്തനായ ഒരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു. ആർക്കും ഇറങ്ങി വരാൻ പറ്റാത്ത ഇടത്ത് ഇറങ്ങി വരുന്ന, ആർക്കും സഹായിക്കാൻ പറ്റാത്ത ഇടത്ത് സഹായിക്കാമെന്ന് പറയുന്ന ഒരു ദൈവശബ്ദം ഇന്ന് കേൾക്കണം. കാരണം ആ അടിമച്ചങ്ങലകളെ മാനുഷ്യമായി പൊട്ടിച്ചെറിയാൻ മറ്റൊരു വ്യക്തിക്കും കഴിയില്ല. ജനത്തെ അതുപോലെ പീഡിപ്പിച്ച് കഷ്ടപ്പെടുത്തി അവരുടെ സമ്പത്തിനെ അപഹരിച്ച് സ്വസ്ഥതയില്ലാതാക്കി ആരാധനയ്ക്ക് വിരാമമെടുത്ത ഒത്തിരി ശക്തമായ വെല്ലുവിളികൾ, അതിനെ തകർത്തുകൊണ്ട് ദൈവം ഇറങ്ങി വന്നില്ലേ ജനത്തെ പുറപ്പെടുവിക്കാൻ. ഫറവോൻ മാക്സിമം പിടിച്ചു നിർത്താൻ നോക്കിയില്ലേ. കുറച്ചു പേരൊക്കെ നിൽക്കട്ടെന്ന് പറഞ്ഞില്ലേ, സ്ത്രീകൾ നിൽക്കട്ടെന്ന് പറഞ്ഞില്ലേ. മോശ പറഞ്ഞു, ദൈവം പറഞ്ഞത് കുറച്ചു പേരെ നിർത്താനല്ല, ഒരു കുളമ്പ് പോലും മിസ്രൈമിൽ ശേഷിക്കാൻ പാടില്ല. ഞങ്ങൾ മരുഭൂമിയിൽ പോയി ഞങ്ങളുടെ ദൈവത്തെ ആരാധിക്കേണ്ടവനെ അടിമമുഖത്ത് തളയ്ക്കാൻ നിൽക്കുന്ന, ആരാധിക്കുന്നവനെ വിട്ടയക്കത്തില്ലെന്ന് പറയുന്ന, ആരാധിക്കുന്നവൻ്റെ കുടുംബത്തിൽ ചിലതിനെ അവകാശവാദം പറഞ്ഞ് പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്ന സകല ശക്തികളെയും പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് ഇന്ന് പകലും ദൈവം ഇറങ്ങി വരിക യേശുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ. ധൈര്യത്തോടെ പറ, ഞങ്ങൾ കർത്താവിനെ ആരാധിക്കേണ്ടവരാ, ഞങ്ങൾ ദൈവത്തിന് മഹത്വം കൊടുക്കേണ്ടവരാ, ഞങ്ങൾ ദൈവത്തിന് സ്തുതി കരയേറ്റേണ്ടവരാ. ഒരു നുകത്തിനും ഞങ്ങളുടെ മേൽ ഇരിക്കാൻ പറ്റില്ല. അശൂറിൻ്റെ നുകമോ ബാബേലിൻ്റെ നുകമോ
ഒന്നും ഇനി ഞങ്ങളുടെ മേൽ ഇരിക്കില്ല. ദൈവത്തിൻ്റെ പെട്ടകമാണ് നമ്മുടെ തോളിൽ ഇരിക്കേണ്ടത്. ആകയാൽ ഇന്ന് പറ, കർത്താവേ, അങ്ങയുടെ പ്രസൻസ് ഞങ്ങളുടെ തോളിൽ വരട്ടെ. ഞങ്ങളുടെ ശരീരത്തിൽ അത് തിരിച്ചറിയട്ടെ. പുഷ്ടി നിമിത്തം അഭിഷേകത്താൽ സകല മുഖങ്ങളും തകരുക. യേശുവിൻ്റെ നാമത്തിൽ ദൈവശക്തി ഇന്ന് പകൽ ഇറങ്ങുന്നതിന് നമുക്ക് സ്തോത്രം ചെയ്ത് ദൈവത്തെ ആരാധിക്കുക. അവിടെ നല്ലവനല്ലോ, അവിടുത്തെ എന്നേക്കുമുള്ളതെന്ന് വിളിച്ചു പറയാൻ ഇന്ന് പകലും നമുക്കിടയാവട്ടെ. ഈ ദൈവം എന്നും എന്നേക്കും എൻ്റെ ദൈവമാണ്. എൻ്റെ പിതാക്കന്മാരുടെ ദൈവം എൻ്റെ ദൈവമെന്ന് വിളിച്ചു പറയാനിടയാവണം. 27-ാം സങ്കീർത്തനം 11-ാം വാക്യം, 27-11. യഹോവേ, നിന്റെ വഴി എന്നെ കാണിക്കണമേ. എൻ്റെ ശത്രുക്കൾ നിമിത്തം നേരെയുള്ള പാതയിൽ എന്നെ നടത്തണം. ദാവീദിന്റെ സങ്കീർത്തനമാണ്. തുടക്കം നോക്കൂ. യഹോവ എൻ്റെ വെളിച്ചമാണ്, എൻ്റെ രക്ഷയാണ്, ഞാൻ ആരെ ഭയപ്പെടും. യഹോവ എൻ്റെ ജീവൻ്റെ ബലമാണ്, ഞാൻ ആരെ പേടിക്കും. ഒന്ന്, ഭയപ്പെടും, ഞാൻ ആരെ പേടിക്കും. രണ്ടിടത്തും ക്വസ്റ്റ്യൻ മാർക്കാണ്. കാരണം യഹോവ ജീവൻ്റെ ബലമാണെങ്കിൽ ഒരു ശക്തിയെയും പേടിക്കാൻ ഇടയാവില്ല. നോക്കൂ, ഒരു സൈന്യം എനിക്കെതിരെ ഇറങ്ങി നിന്നാലും അല്ലെങ്കിൽ പാളയം ഇറങ്ങിയാലും ഞാൻ ഭയപ്പെടത്തില്ല. കാരണം യഹോവ എൻ്റെ ജീവൻ്റെ ബലമാണ്. ദൈവം അറിയാതെ നീ ഒരു സൈന്യം മൊത്തം വന്നാലും ഞാൻ ഭയപ്പെടത്തില്ല. കാരണം ദൈവം എൻ്റെ കൂടെയുണ്ട്. ദൈവം എൻ്റെ ബലമാണ്, ദൈവം എൻ്റെ സങ്കേതമാണ്, ദൈവം എൻ്റെ കോട്ടയാണ്, ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ രക്ഷകനാണ്. എന്ന് ഉറപ്പുള്ളവർ പറ, ഇനി ഞാൻ ഭയപ്പെടത്തില്ല. യഹോവ എൻ്റെ വെളിച്ചമാണ്, ഒരു അന്ധകാര മണ്ഡലത്തിനും എൻ്റെ മേൽ കർത്തൃത്വം നടത്താൻ ഇടയാവില്ല എന്ന് പറയാൻ തയ്യാറുണ്ടോ? എനിക്ക് യുദ്ധം നേരിട്ടാൽ ഞാൻ നിർഭയമായിരിക്കും. കാരണം യഹോവ എൻ്റെ ബലമാണ്, യഹോവ എൻ്റെ ബലമാണ്. എന്നിട്ടാണ് പറയുന്നത്, യഹോവേ, നിൻ്റെ വഴി എന്നെ ഒന്ന് കാണിക്കണം. മനുഷ്യമാര് വഴി എനിക്ക് വേണ്ട, അങ്ങനെ ഒരു സ്റ്റെപ്പ് എനിക്ക് വേണ്ട. നിൻ്റെ വഴി, ഞാൻ എന്ത് ചെയ്യണമെന്നുള്ളത് ദൈവമേ അങ്ങ് എന്നെ ഒന്ന് അറിയിക്കണം. ദാവീദ് നമുക്കറിയാം, മനുഷ്യ ഒത്തിരി ബലമൊക്കെ തനിക്കുണ്ടായിരുന്നു, കൈക്കരുത്തുകളൊക്കെ തനിക്കുണ്ടായിരുന്നു, സൈന്യം ഉണ്ടായിരുന്നു. പക്ഷേ അതിന് പറയാനുള്ളത്, ദൈവമേ, അങ്ങ് വഴി എനിക്കൊരു നന്മയില്ല, അങ്ങാണ് എൻ്റെ ബലം. അതുകൊണ്ട് എനിക്കറിയേണ്ടത് അങ്ങയുടെ വഴിയാണ്. ബലമില്ലാതെ ആവോളം കരയേണ്ടി വന്ന ഒരു സന്ദർഭം നമുക്കറിയാമല്ലോ. ശത്രുക്കൾ വന്ന് സകലം അപഹരിച്ചുകൊണ്ട് പോയി. ഒറ്റപ്പെട്ടവനാ നിൽക്കുകയാണ്, ജനം കല്ലെറിയാൻ നിൽക്കുകയാണ്. പക്ഷെ അവിടെ താൻ മുട്ടുമടക്കി ദൈവത്തോട് ചോദിച്ചു, ഞാൻ എന്ത് ചെയ്യണം? ഞാൻ ഈ പരീക്ഷയെ പിന്തുടരണമോ ഇല്ലയോ? അങ്ങനെ അറിയിക്കണം, അങ്ങയുടെ വഴി എനിക്കൊന്ന് വെളിപ്പെടുത്തണം. മുട്ടുമടക്കുന്നതിന് വേണ്ടി സ്വർഗം എഴുന്നേറ്റ് വന്നിട്ട് പറഞ്ഞു, ദാവീദേ, നീ ആ പരീക്ഷയെ പിന്തുടരുക, അതിനെ ഞാൻ നിന്റെ കയ്യിൽ ഏൽപ്പിക്കും. ദാവീദ് മൂവ് ചെയ്യുക. കാരണം ബലമില്ലാതെ നിൽക്കുകയാണ്, ശക്തിയില്ലാതെ നിൽക്കുകയാണ്, ഒറ്റപ്പെട്ട് നിൽക്കുകയാണ്, കുറ്റപ്പെടുത്തലുകളുടെ നടുവിൽ നിൽക്കുകയാണ്, ശക്തി ചോർന്നിരിക്കുകയാണ്, കരുത്ത് പകരാൻ മറ്റാരുമില്ലാതിരിക്കെ ദൈവത്തിന് ഭാഗം മുട്ടുമടക്കിട്ട് കർത്താവേ, നിന്റെ വഴി എന്നെ ഒന്ന് കാണിക്കണമേ, നിന്റെ വഴി എനിക്കൊന്ന് പറഞ്ഞു തരണമേ. പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബത്തിൻ്റെയും തലമുറയുടെയും വിഷയത്തിൻ്റെ മേൽ ഒന്ന് മുട്ടുമടക്കിയിട്ട് നിങ്ങൾ ഇന്ന് ഫേസ് ചെയ്യുന്ന വിഷയത്തിൻ്റെ മേൽ ദൈവത്തോട് പറ, കർത്താവേ, അങ്ങയുടെ വഴി എന്നെ ഒന്ന് കാണിക്കണമേ, അങ്ങയുടെ വഴി എന്നെ ഒന്ന് കാണിക്കണമേ, അങ്ങയുടെ വഴി എന്നെ ഒന്ന് കാണിക്കണമേ എന്ന് പറയാൻ തയ്യാറാകുമെങ്കിൽ ആ വഴി ഇന്ന് പകൽ കാണിച്ച് യഹോവ ഭക്തനായ പുരുഷനാ താൻ തിരഞ്ഞെടുക്കേണ്ടുന്ന വഴി ദൈവം കാണിച്ചു തരും. കേട്ടോ, വഴി ഇതാകുന്നു എന്നൊരു ശബ്ദം കേൾപ്പിക്കും. അതിൻ്റെ നടുവിലും ഒരു വഴി ഇന്ന് പകലുണ്ട്. പ്രതികൂലങ്ങളുടെ നടുവിൽ ഒരു വഴിയുണ്ട്, പ്രതിസന്ധിയുടെ നടുവിൽ ഒരു വഴിയുണ്ട്, കഷ്ടത്തിൻ്റെ നടുവിൽ ഒരു വഴിയുണ്ട്. നിസ്സഹായനായി നിൽക്കുമ്പോഴും ഒരു വഴി വേണം. ദൈവത്തോട് പറ, കർത്താവേ, അങ്ങയുടെ വഴി എനിക്കൊന്ന് കാണിക്കണം, ഞാൻ എന്ത് സ്റ്റെപ്പ് എടുക്കണം? ചില വിഷയങ്ങളുടെ മേൽ തീരുമാനം കൈക്കൊള്ളാൻ കഴിയാതെ കുഴഞ്ഞു നിൽക്കുമ്പോൾ മറ്റു പലരുടെ അഭിപ്രായം കേട്ട് തീരുമാനത്തിലേക്ക് പോകാതെ ദൈവത്തോട് ചോദിക്കുക, കർത്താവേ, അങ്ങയുടെ വഴി ഒന്ന് കാണിക്കണം. ദൈവശബ്ദം, വഴി ഇതാകും, ഇതിലേക്ക് ഞാൻ തുറന്നിരിക്കുന്നു, ഞാൻ വാതിലാണ്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാണ്. ലോകത്തിലെ വഴികളൊക്കെ അസ്ഥിരപ്പെടുമ്പോൾ ആ വഴിയിൽ പാതയൊരുക്കി തൻ്റെ ജനത്തെ
ശ്രേഷ്ഠതയിലൂടെ നടത്തിയ ദൈവത്തിൻ്റെ കരം ഇന്നു പകൽ വെളിപ്പെടുക. എത്ര പേർ വിശ്വസിച്ചുകൊണ്ട് പറ, കർത്താവെ അങ്ങയുടെ വഴി എനിക്ക് മതി, കുറ്റമറ്റ വഴി. ആരെങ്കിലും പ്രതീക്ഷിച്ചോ ആഴിയിലൊരു വഴി ഉണ്ടാകുമെന്ന്? സമുദ്രത്തിൽ പാത ഉണ്ടാക്കാൻ കഴിവുള്ള ഒരേ ഒരു ദൈവം നമ്മുടെ ദൈവമാണ്. വഴി കാണിക്കത്തില്ലെന്ന് പിശാചു പറയുമ്പോൾ, എല്ലാം അസ്തമിച്ച് നിന്റെ ധൈര്യത്തെ ചോർത്തിക്കളയുമ്പോൾ മുട്ടുമടക്കി പ്രാർത്ഥിച്ചിട്ട് പറ, കർത്താവേ അങ്ങയുടെ വഴി എന്നെ ഒന്ന് കാണിക്കണമേ, അങ്ങയുടെ വഴി എനിക്കൊന്ന് വെളിപ്പെടുത്തണമേ. അങ്ങനെയെങ്കിൽ ശ്രേഷ്ഠകരമായ വഴികൾ നിനക്കും നിന്റെ കുടുംബത്തിനും വേണ്ടി സഹോദര സഹോദരി കുഞ്ഞെ ഇതാ വെളിപ്പെട്ട് വന്നിരിക്കുക. സർവശക്തിയുള്ള ദൈവമേ, ഉന്നതനായ ദൈവമേ, ഉയർന്നിരിക്കുന്ന ദൈവമേ, ശാശ്വതവാസിയായ ദൈവമേ, പരിശുദ്ധനെന്ന നാമമുള്ളവനെ, അങ്ങയുടെ വഴി ഇന്ന് പകൽ ഞങ്ങളെ ഒന്ന് കാണിക്കണമേ. അങ്ങയുടെ വഴിയിലൂടെ ഞങ്ങളെ നടത്തണമേ. ഞങ്ങളുടെ വഴികളൊക്കെ പരാജയമാണ്. അങ്ങയുടെ വഴി കർത്താവ് ശ്രേഷ്ഠമാണ്. ഞങ്ങൾക്ക് ഇഷ്ടമുള്ള വഴിയല്ല പിതാവേ. കുറ്റമറ്റ വഴി, പരാജയമില്ലാത്ത വഴി, കുറവ് തീർന്ന വഴി, ഞങ്ങളെ എത്തിക്കേണ്ടടുത്ത് എത്തിക്കുന്ന വഴി, ഇന്ന് പകൽ ഇതുവരെ ഞങ്ങൾ പോകാത്ത വഴിയിലൂടെ അങ്ങ് ഞങ്ങളെ നടത്താൻ പോകുന്നതിന് സ്തോത്രം. സകല മഹത്വം അങ്ങേക്ക്. അങ്ങയുടെ വിടുതലുകൾക്ക് സ്തോത്രം, അങ്ങയുടെ ബലത്തിന് സ്തോത്രം, അങ്ങയുടെ സൗഖ്യത്തിന് സ്തോത്രം, അങ്ങയുടെ മഹത്വം ഇറങ്ങിയിരിക്കാൻ സ്തോത്രം. സകല ബഹുമാനോടത്തേക്ക് യേശുവിൻ നാമം തന്നെ. ആമേൻ ആമേൻ. ക്രിസ്തുവിൽ വാത്സല്യ സഹോദരങ്ങളെ, ഇന്ന് പകൽ പറ, കർത്താവേ അങ്ങയുടെ വഴി എന്നെ ഒന്ന് കാണിക്കണമേ. അപ്പനും അമ്മയൊക്കെ ഉപേക്ഷിക്കുമ്പോൾ ചേർത്ത് നിർത്തുന്ന ദൈവത്തിൻ്റെ കരം ഇന്ന് പകൽ വെളിപ്പെടുക. ഈ വചനങ്ങളോട് സഹായിക്കട്ടെ. ക്രിസ്തേശുവിൽ നിങ്ങളുടെ സഹോദരൻ പ്രശ്നിച്ചുമായി.